സ്തോത്രം. സർവസൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ചോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നോനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ ഋകാശയ്യയിലെനിക്കു സഹായകനും രാക്കാല ഗീതവുമാവൻ. നല്ല വൈദ്യനും ദിവ്യൌഷധവുമെൻ ആത്മസഖിയുമാവൻ തന്നെ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തൻ്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 85 സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനം. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു. യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ച് വരുത്തിയിരിക്കുന്നു. നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ച് അവരുടെ പാപം ഒക്കെയും നീ മൂടിക്കളഞ്ഞു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു. നിന്റെ ഉഗ്രകോപം നീ വിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ. ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കേണമേ. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ. നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ജനത്തോടും തൻ്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. നിശ്ചയം ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിള തരികയും ചെയ്യും. നീതി അവന് മുൻപായി നടക്കുകയും അവന്റെ കാൽ ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദുഃഖവിമുക്തമായ ജീവിതം എന്നതിനെ കുറിച്ച് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:42 കാണുന്നത്, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു, അത് ആരും അവളോട് അപകരിക്കുകയും ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയരെ, ആവശ്യമുള്ള കാര്യം ചെയ്യുന്നതിൽ നാം പരാജിതരാകുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യുവാൻ നാം ശ്രമിക്കുകയും അതിനാൽ മനക്ലേശവും ഭാരവും ഉണ്ടാവുകയും ചെയ്യുന്നു. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു, അത് അവളിൽ നിന്നാരും അപകരിക്കാത്തതായിരുന്നു. നിങ്ങളുടെ ആരോഗ്യം, ധനം, കുടുംബം, സ്നേഹിതർ, പേരും പ്രശസ്തിയും
പാടുവാനും പ്രസംഗിക്കുവാനുമുള്ള താലന്ത് ഇവ ഒരു നാളിൽ നീക്കപ്പെടും. എന്നാൽ ഒരു കാര്യം മാറ്റപ്പെടുകയില്ല. ഇപ്പോൾ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നാം പഠിക്കുമെങ്കിൽ സ്വർഗത്തിൽ അവൻ്റെ പാദത്തിൽ ഇരുന്ന് അവൻ്റെ വാക്കുകൾ നാം കേൾക്കും. ഒരു മനുഷ്യനും ഒരു പിശാചിനും ആ നല്ല അംശം നമ്മിൽ നിന്ന് എടുത്തു കളയുവാൻ സാധ്യമല്ല. ഇത് എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി നമ്മുടെ ജീവിതം മാറുന്നു. ഈ ലോകം അനേകം മാർത്തമാരെ കൊണ്ട് നിറഞ്ഞതാണ്. എപ്പോഴും പിറുപിറുപ്പും പരാതികളും പരിഭവവും മാത്രം. എന്നാൽ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്ന മറിയമാരാണ് ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. മറിയയ്ക്ക് ആ നല്ല അംശം ഭാഗ്യത്തിന് കിട്ടിയതല്ല, അവൾ തന്നെ അത് തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ, ആമേൻ. പലരും പുറപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. ലഗ്യനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടും ഇരിക്കുന്നത് കണ്ടു എന്ന് മർക്കോസ് 5:15 കാണുന്നു. അവൻ മലകൾ കയറുകയും ഇറങ്ങുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയും ചെയ്തു. അവൻ അടങ്ങിയിരിപ്പാൻ മാത്രം കഴിഞ്ഞില്ല. നമ്മിൽ ചിലർ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ പോലെയാണ്. നമുക്കും എല്ലാറ്റിനും സമയമുണ്ട്, എന്നാൽ പ്രാർത്ഥിക്കുവാൻ സമയമില്ല. യേശു ആ മനുഷ്യനെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവനായി മാറി. അവൻ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന് സ്വബോധം ഉണ്ടായി എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. പ്രിയ ദൈവപൈതലേ, ദുഃഖങ്ങളാലും ഭാരങ്ങളാലും ജീവിതത്തെ നീ പാഴാക്കുകയാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ പോലെ നീ ആയിരിക്കരുത്. മറിയയെ പോലെ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന ഒരു വ്യക്തിയായി തീർന്നാൽ യേശു കർത്താവ് പറഞ്ഞ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് അരുളി ചെയ്ത ആ യേശു കർത്താവിൻ്റെ സമാധാനം നമ്മിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതിമനോഹരമായൊരു ദിവസമാണ് ദൈവം നമുക്കിന്ന് ദാനമായി നൽകിയത്. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ദിവസം സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയും സാന്നിധ്യവും അനുഗ്രഹങ്ങളും നന്മകളും ആരോഗ്യവും ദീർഘായുസ്സും സമ്പത്തും ധനവും നിത്യജീവനായി നമ്മെ ഒരുക്കുന്ന സർവശക്തന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പരിശുദ്ധ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും എന്ന് മലാക്കി 3:16-17 കാണുന്നു. പ്രിയ ദൈവമക്കളെ, സ്മരണയുടെ പുസ്തകത്തിൽ നമ്മുടെ പേരും എഴുതി കാണുവാൻ തക്കവണ്ണം നമ്മുടെ സംസാരവും പ്രവൃത്തിയും യഹോവ ശ്രദ്ധയോടെ കേൾക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ എല്ലായ്പ്പോഴും ഹല്ലേലൂയ സംസാരങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഹല്ലേലൂയ. നിർഭയമായി നിരന്തരമായി നമുക്ക് എങ്ങനെ വസിക്കുവാൻ കഴിയും എന്ന് നഹൂം പ്രവാചകന്റെ പുസ്തകം 3:11 കാണുന്നത്, നീയും ശത്രുനിമിത്തം ഒരു അഭയസ്ഥാനം അന്വേഷിക്കും. ഹല്ലേലൂയ. പ്രിയരേ, രാജ്യങ്ങൾക്കും മനുഷ്യർക്കും ശത്രുക്കൾ ഉണ്ടാകാം. ശൗൽ ദാവീദിനെ ശത്രുവായി കണ്ടു. അതിന് കാരണം അസൂയയും കണ്ണുകടിയും ആയിരുന്നു. ശൗലിന്റെ ഒറ്റ ആഗ്രഹം ദാവീദിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നതാണ്. അതിന് എല്ലാ വഴികളും താൻ തേടി. എന്നാൽ കുന്തം എറിഞ്ഞവൻ ഒടുവിൽ കുന്തത്തിൽ അവസാനിച്ചു അവന്റെ ജീവിതം. ഒഴിഞ്ഞു മാറിയവൻ രാജാവായി തീർന്നു. ദൈവമായിരുന്നു ദാവീദിന്റെ അഭയസ്ഥാനം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്ന് സദൃശ്യവാക്യം 8:18-10 കാണുന്നു. പ്രിയരെ,
ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ജീവിതത്തിൽ നേരിടുന്ന ഏത് സാഹചര്യത്തിലും ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ജയം ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പുതിയ ദിവസം കൂടി ദാനമായി തന്ന ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം ദൈവത്തെ. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരു പുതിയ ദിവസം കൂടി കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി നന്ദി പറയുന്നു അപ്പ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു എന്നതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഒരിക്കൽ മാറും. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവർ എല്ലാവരും അധികം പ്രതികൂലങ്ങൾ നേരിട്ടവരാണ്. ഒരു പക്ഷേ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളെ ഓർത്ത് വ്യാകുലപ്പെട്ടാകാം നിരാശയുടെ വാക്കുകൾ വായിൽ നിന്ന് വീഴുന്നത്. ദാവീദിന്റെ യോസേഫിന്റെ ജീവിതത്തിൽ ഇതുപോലെയായിരുന്നു. എന്നാൽ ദൈവം തന്നെ മേൽക്കുമേൽ പ്രബലനാക്കി. അതുപോലെ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളും കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും എല്ലാറ്റിനും ദൈവത്തിൽ നിന്നുള്ള ഒരു മറുപടിക്കായി കാത്തിരിക്കുകയും ഹല്ലേലൂയ ആമേൻ എല്ലാം കർത്താവ് നേരെയാക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. അനുഗ്രഹിക്കണമേ, മാനിക്കണം കർത്താവേ. കുഞ്ഞാട്ട് രക്തത്താലും വചനത്താലും ഞങ്ങളെല്ലാം കഴുകണമേ, ശുദ്ധീകരിക്കണപ്പ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയും വന്നുപോയിട്ടുള്ള സകല കുറവുകളും ക്ഷമിക്കണപ്പ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലപ്പ. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണപ്പ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുമ്പോൾ, മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിഞ്ഞ് ഹല്ലേലൂയ ദൈവത്തെ ഭയപ്പെട്ട് ദൈവ മക്കളായി ജീവിപ്പാനുള്ള നല്ല മനസ്സൊരുക്കം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും നൽകണമപ്പ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമപ്പ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പലവിധ പാപപ്രവൃത്തികളിലും അകപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവേ, പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന വചനം പോലെ കർത്താവേ, യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണം. എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി എല്ലാവരും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ അങ്ങ് സഹായിക്കണമേ. അനുഗ്രഹിക്കും, ആരിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.